T20 ലോകകപ്പിൽ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് സമാനതകളില്ലാത്ത കാര്യങ്ങളാണ്. ശരിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില താരങ്ങളുടെ ഫോം കൂടെ 11ലേക്ക് പരിഗണിക്കും മുമ്പ് ചർച്ചയാകും. അവന് കംബാക്ക് നടത്താൻ കഴിയില്ല എന്നൊന്നും പറയുന്നില്ല. അടിസ്ഥാനപരമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റിസൾട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ റിസൾട്ടുകൾക്കായുള്ള കോമ്പിനേഷനാണ് ഞങ്ങൾ പരീക്ഷിക്കുക. ഓരോരുത്തരും ടീമിൽ അവരുടെ സ്ഥാനം അധ്വാനിച്ച് തന്നെ നേടിയെടുക്കണം. സിംബാബ്വേക്കെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജു സാംസന്റെ പേര് വെട്ടിമാറ്റപ്പെടുമ്പോൾ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ പ്രതികരണം ഇതായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലാണ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന സഞ്ജുവിനെ വെട്ടി റിസൾട്ടുകൾക്കായി ഗംഭീർ പുതിയ കോമ്പിനേഷൻ ഉണ്ടാക്കിയത്. ആ പരമ്പരയിൽ റിസൾട്ട് ഉണ്ടാക്കിയത് പക്ഷേ ഇംഗ്ലണ്ടായിരുന്നുവെന്ന് മാത്രം. ഒറ്റ കളിയിൽ പോലും ഇന്ത്യ ജയിച്ചില്ല. ഇംഗ്ലണ്ട് പരമ്പര അങ്ങ് തൂത്തുവാരി. അപ്പോൾ ഗംഭീറിന്റെ പുതിയ ന്യായമെത്തി. വിവിധ കണ്ടീഷനുകളോട് അഡാപ്റ്റ് ആകാൻ ഇന്ത്യൻ താരങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന്. അപ്പോൾ ഈ അഡാപ്റ്റേഷൻ പ്രശ്നം സഞ്ജുവിന്റെ കാര്യത്തിൽ ബാധകമല്ലേ എന്ന് ചോദിച്ചാലോ? അമ്മാതിരി ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അത്ര തന്നെ. ഇനി ഒരാളും അങ്ങനെ നോവിക്കാതെ വിടുന്ന, ആർക്കും ഇൻകൺസിസ്റ്റൻസിയെ കുറിച്ച് ആശങ്കയില്ലാത്ത അഭിഷേക് ശർമ്മയുടെ സിംബാബ്വെ സീരീസിലെ പ്രകടനങ്ങൾ നോക്കാം. ആദ്യ മത്സരത്തിൽ 8 പന്തിൽ ഇമ്മിണി വല്യൊരു 1, രണ്ടാം മത്സരത്തിൽ 8 പന്തിൽ 8, അവസാന മത്സരത്തിൽ 4 പന്തിൽ 2, പരമ്പരയിൽ ആകെ 2 ബൗണ്ടറികൾ. അത് രണ്ടും പിറന്നത് ഒറ്റ മത്സരത്തിൽ. ഇംഗ്ലണ്ടിനെതിരായ 2 മത്സരങ്ങളിലെ പ്രകടനങ്ങളിൽ 5 പന്തിൽ 3, 14 പന്തിൽ 16 എന്നിങ്ങനെയുമുണ്ട് സ്കോറുകൾ. അവസാനം കളിച്ച 10 മത്സരങ്ങളിൽ 6ലും അഭിഷേകിൻ്റെത് മികച്ച പ്രകടനങ്ങളല്ല. അയർലൻഡിനെതിരെ ഒരു മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കായി മടങ്ങിയിട്ടുമുണ്ട്. ഇനി ഗംഭീറിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയി വരാം. ചില സമയങ്ങളിൽ ചില താരങ്ങളുടെ ഫോം കൂടെ 11ലേക്ക് പരിഗണിക്കും മുമ്പ് ചർച്ചയാകും. ഓരോരുത്തരും ടീമിലെ അവരുടെ സ്ഥാനം അധ്വാനിച്ച് തന്നെ നേടിയെടുക്കണം. ബാക്കിയുള്ള താരങ്ങളൊക്കെ കൺസിസ്റ്റൻസിയുടെ പര്യായ പദങ്ങളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20യിലാണ് സഞ്ജു അവസാനമായി ദേശീയ കുപ്പായം അണിഞ്ഞത്. 3 4ഉം 2 6ഉം അടക്കം 14 പന്തിൽ 27 റൺസുമായി മലയാളി താരം തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകിയിരുന്നു. 192 സ്ട്രൈക്ക് റേറ്റിലാണ് അന്ന് താരം ബാറ്റ് വീശിയത്. അന്ന് അഭിഷേക് ശർമ്മയുടെ സംഭാവന വെറും 3 റൺസാണ്. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം 3 T20 പരമ്പരകൾ അവസാനിച്ചു. സഞ്ജുവിന് അവസരം ലഭിച്ചത് വെറും 4 മത്സരങ്ങളിൽ. ഒരു പരമ്പരയിൽ നിന്ന് പൂർണ്ണമായും തഴയപ്പെട്ടു. പുറത്തിരുത്തിയതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ കൺസിസ്റ്റൻസി ഇല്ലെന്നാണ് മറുപടി എത്തിയത്. ഇരട്ടത്തപ്പെന്നല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ മറ്റു പ്രയോഗങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അടക്കം പല താരങ്ങളും പല മത്സരങ്ങളിലും നിറമങ്ങിപ്പോയിട്ടുണ്ട്. ഈ 3 പരമ്പരകളിലെയും കണക്കുകൾ എടുത്ത് നോക്കിയാൽ മുഴുവൻ മത്സരങ്ങളിലും സ്ഥിരതയോടെ ബാറ്റ് വീശിയ ഒറ്റ കളിക്കാരനെ പോലും ചൂണ്ടിക്കാണിക്കാനാകില്ല. പിന്നെ എങ്ങനെയാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രം കൺസിസ്റ്റൻസിയെ ഗംഭീർ അടക്കമുള്ളവർ മാനദണ്ഡമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഇനി അഭിഷേക് ശർമ്മയിലേക്ക് ഒന്നുകൂടി പോയി വരാം. കഴിഞ്ഞ T20 ലോകകപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യൻ നിരയിൽ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു അഭിഷേകിൻ്റേത്. ഇന്ത്യ 300+ സ്കോർ ചെയ്യുമെന്ന് പലരും വലിയ ഉറപ്പിൽ പറഞ്ഞത് അഭിഷേക് ഇന്ത്യക്ക് നൽകുന്ന വെടിക്കെട്ട് തുടക്കങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ ലോകകപ്പിൽ അഭിഷേകിന്റെ പ്രകടനങ്ങൾ അത്ര കാശാവഹമായിരുന്നു. കളിച്ച ആദ്യ 3 മത്സരങ്ങളിൽ സമ്പൂജനായി മടങ്ങി. അതും ലോക ക്രിക്കറ്റിലെ ജയൻ ടീമുകൾക്കെതിരെയൊന്നും ആയിരുന്നില്ല എന്ന് കൂടി ഓർക്കണം. USA-ക്കെതിരെ ഗോൾഡൻ ഡക്ക്, നമീബിയക്കെതിരെ കളിച്ചില്ല, പാകിസ്ഥാനെതിരെ 4 പന്തിൽ ഡക്ക്, നെതർലൻഡ്സിനെതിരെ 3 പന്തിൽ 0. ബാക്കിയോ ഇന്ത്യ തോറ്റ സൗത്ത് ആഫ്രിക്കക്കെതിരായ മത്സരത്തിൽ 12 പന്തിൽ 15 റൺസ്, വിൻഡീസിനെതിരെ 11 പന്തിൽ 10, സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 7 പന്തിൽ 9. സിംബാബ്വേക്കെതിരെയും കിവീസിനെതിരെയും കുറിച്ച അർദ്ധ സെഞ്ചുറികളായിരുന്നു ആ ടൂർണമെന്റിൽ അഭിഷേകിന്റെ ബാറ്റിൽ നിന്ന് പറന്ന നല്ല 2 ഇന്നിങ്സുകൾ. സഞ്ജുവിന്റെ മികവിൽ ഇന്ത്യ വിശ്വകിരീടത്തിൽ മുത്തമിട്ടു. മാൻ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം അയാളെ തേടിയെത്തി. ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ തവണ സമ്പൂജനായി പുറത്താകുന്ന താരമെന്ന നാണക്കേടിന്റെ റെക്കോർഡ് അഭിഷേക് ഇതിനോടകം തന്റെ പേരിലാക്കി കഴിഞ്ഞു. T20 ക്രിക്കറ്റിൽ ഏറ്റവും അധികം ഡക്കുകൾ കുടിക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും അഭിഷേകിന്റെ പേരിലാണുള്ളത്. അഭിഷേക് ശർമ്മയുടെ ഇൻകൺസിസ്റ്റൻസിയെ കുറിച്ച് ഖണ്ഡശകൾ എഴുതാൻ ആരും അന്നൊന്നും ഇവിടെ ഉണ്ടായില്ല. ലോകകപ്പിൽ 8 മത്സരങ്ങളിൽ നിന്ന് 141 റൺസാണ് അഭിഷേകിന്റെ ആകെ സമ്പാദ്യം. അതിൽ 100-ലധികം റൺസ് 2 മത്സരങ്ങളിൽ നിന്നായി മാത്രം പറഞ്ഞതാണ്. ആവറേജ് 17.62. ഇപ്പോഴും അഭിഷേക് സ്ഥിരതയിലാണ് ബാറ്റ് വീശുന്നത് എന്ന അഭിപ്രായം ഗംഭീറിനോ സെലക്ഷൻ കമ്മിറ്റിക്കോ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കോ ഉണ്ടോ? ഇല്ല. ബട്ട് സഞ്ജുവിനെ ഒഴിവാക്കാനായി പറഞ്ഞ കാരണങ്ങളൊന്നും അഭിഷേക് അടക്കം മറ്റൊരാൾക്കും ബാധകമാകുന്നില്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ചോദ്യം മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ചീഫ് സെലക്ടറുമായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്തും കഴിഞ്ഞ ദിവസം ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ലോകകപ്പ് മുതൽ അഭിഷേകിന്റെ ട്രാക്ക് റെക്കോർഡ് അത്രക്ക് മികച്ചതല്ല.
സഞ്ജു ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആണ്. എന്തുകൊണ്ടാണ് സഞ്ജു നിരന്തരം തഴയപ്പെടുകയും അഭിഷേകിന് നിരന്തരം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത്? അഭിഷേകിന് ഒരു ലോങ് ഡ്രോപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അതായിക്കൂടാ? ഇതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അഭിഷേക് ഫോം വീണ്ടെടുത്ത് തിരികെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീകാന്ത് പറഞ്ഞു. അഭിഷേക് ഫോം വീണ്ടെടുത്ത് തിരികെ എത്തണം എന്ന് തന്നെയാണ് ആരാധകരുടെ ഒക്കെ ആഗ്രഹം. പക്ഷേ ചിലർ മാത്രം ഇങ്ങനെ ടീമിൽ പ്രിവിലേജുകൾ അനുഭവിച്ച് തുടരുമ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രം 3-4 മത്സരം കൊണ്ട് സ്ഥിരത ഒരു ഭീകര പ്രശ്നമാകുന്നത് എങ്ങനെയാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇൻകൺസിസ്റ്റൻസി മറികടക്കാൻ പലർക്കും യഥേഷ്ടം അവസരം ലഭിക്കുമ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രം അത് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? വൈഭവ് സൂര്യവംശി ട്രാക്കിലായി കഴിഞ്ഞു. സിംബാബ്വേക്കെതിരായ പരമ്പരയിലെ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരവും അവസാന മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും വൈഭവിനെ തേടി കണ്ടെത്തിയത്. 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 2 അർദ്ധ സെഞ്ചുറികളാണ് താരം കുറിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യങ് ടാലന്റിനെ ഒഴിവാക്കിയ ഒരു പ്ലാനിനെ കുറിച്ച് ഇനി മാനേജ്മെന്റ് ചിന്തിക്കാൻ ഇടയില്ല. അതിനാൽ തന്നെ അഭിഷേക് തുടർന്നാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ സഞ്ജുവിന്റെ വാതിലുകൾ പതിയെ അടയും. ഇഷാൻ കിഷൻ ഫോമിലാണ്. കിഷൻ വിക്കറ്റ് കീപ്പറുടെ റോളിൽ അത്ര മികച്ച പ്രകടനങ്ങളല്ല പുറത്തെടുക്കുന്നതെങ്കിൽ പോലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ നിലവിൽ ഇഷാനാണ്. അഭിഷേക് ആകട്ടെ ഒരു പാർട്ട് ടൈം ബോളർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്ഷൻ കൂടിയാണ്. സിംബാബ്വെ സീരീസിൽ സഞ്ജുവിന് വിശ്രമം നൽകിയതാണ് എന്നായിരുന്നു BCCIയുടെ വിശദീകരണം. എന്നാൽ ഇന്ത്യയുടെ മറ്റ് ഫോർമാറ്റുകളിലൊന്നും സഞ്ജു ബോർഡിന്റെ പ്ലാനിൽ ഇല്ല എന്നിരിക്കെ എന്തിനാണ് അദ്ദേഹത്തിന് തിടുക്കപ്പെട്ട് വിശ്രമം നൽകിയത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഈ ചോദ്യം അശ്വിൻ നേരത്തെ ഉയർത്തിയിട്ടുണ്ട്. എന്താണ് വിശ്രമം എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സഞ്ജു സാംസൺ ആകെ T20 ഫോർമാറ്റിൽ മാത്രമാണ് കളിക്കുന്നത്. ബാക്കി 2 ഫോർമാറ്റിലും അദ്ദേഹം ബോർഡിന്റെ പ്ലാനിൽ പോലുമില്ല. പിന്നെ അദ്ദേഹത്തിന് വിശ്രമം നൽകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സിംബാബ്വെ പര്യടനത്തിന് ശേഷം അദ്ദേഹത്തിന് വിശ്രമിക്കാമല്ലോ. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? ഇത് ഒരനീതിയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഏഷ്യൻ ഗെയിംസാണ് ഇനി സഞ്ജുവിന് മുന്നിലുള്ള അടുത്ത പരീക്ഷണ വേദി. ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതിയിടാം. സഞ്ജുവിനെതിരെ തുടരുന്ന അനീതികളെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാൽ ഉടൻ സ്ഥിരതയില്ലാത്ത ഒരുത്തനെ ഇനിയും എന്തിനു വച്ചിട്ടിരിക്കണം എന്ന് കമൻ്റ് എഴുതാൻ വരുന്നവർക്കും സ്വാഗതം. അശ്വിൻ പറഞ്ഞതേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സാർ.